സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അനുകൂലമായ ഒരു സമീപനമാണ് ഉണ്ടായിരുന്നത്. തുടർന്ന് ഇന്നത്തെ യോഗത്തിൽ തീരുമാനമെടുക്കും എന്ന് പ്രതീക്ഷിച്ചാണ് ഞങ്ങൾ യോഗത്തിൽ പങ്കെടുത്തത്. പക്ഷേ ചെയർമാൻ ഏകപക്ഷീയമായിട്ട് ഇന്നത്തെ യോഗത്തിൽ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നത് കൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി കിട്ടാത്തത് കൊണ്ടും പെരുമാറ്റച്ചട്ടം കഴിഞ്ഞതിന് ശേഷം ബോർഡ് യോഗം വിളിച്ച് പാൽവില വർദ്ധിപ്പിക്കാമെന്ന് തീരുമാനം എടുത്തു കഴിഞ്ഞതാണ്, വർദ്ധിപ്പിക്കാമെന്നാണ് പറഞ്ഞത്. ഇതിൽ പ്രതിഷേധിച്ചാണ് ഞങ്ങൾ എറണാകുളം മേഖലാ യൂണിയന്റെ പ്രതിനിധികൾ ഇറങ്ങിപ്പോകുന്നത്. കാരണം ഞാൻ പറയട്ടെ കാരണം ഇത് 23/12/2025 പാൽവില വർദ്ധിപ്പിക്കുന്നതിന് ഫെഡറേഷന്റെ ഭരണസമിതി യോഗം തീരുമാനമെടുത്തതാണ്. ഞങ്ങളിതിനു മുമ്പും പറഞ്ഞു, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പ് ബഹുമാനിയായ ഇപ്പോഴത്തെ നമ്മുടെ ക്ഷീരവികസന വകുപ്പ് മന്ത്രി നിയമസഭയിൽ പ്രഖ്യാപിച്ചതാണ് പാൽവില വർധനവ് നടപ്പാക്കുമെന്ന്. മാത്രമല്ല, കേരളത്തിലെ പല ജില്ലകളിലും നടന്ന ക്ഷീരസംഗമങ്ങളിലും ബഹുമാനിയായ മന്ത്രി ഇത് പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. അപ്പം ഞങ്ങളെല്ലാം പ്രതീക്ഷിച്ചത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടൻ വർദ്ധിപ്പിക്കുമെന്നാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഭരണസമിതി യോഗത്തിൽ ആവശ്യപ്പെട്ടു. 23/12/2025 ഫെഡറേഷന്റെ ഭരണസമിതി യോഗം തീരുമാനമെടുത്തു. അത് പഠിച്ച് തീരുമാനങ്ങൾ നടപ്പാക്കുന്നതിന് ചെയർമാനെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. അതിനുശേഷം 4-5 ഭരണസമിതി യോഗങ്ങൾ ഇപ്പോൾ നടന്നു. എല്ലാ ഭരണസമിതി യോഗങ്ങളിലും ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഇത് മാറ്റി വെക്കുകയാണ്. ഒരു ഉൽപ്പന്നത്തിന്റെ വില നിശ്ചയിക്കുന്നതിന്, അതിന്റെ വാങ്ങുന്നതും വിൽക്കുന്നതുമായ വില നിശ്ചയിക്കുന്നതിനുള്ള അധികാരം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി കർഷകന്റെ പ്രതിനിധിയായ മിൽമയ്ക്ക് നൽകിയിട്ടുണ്ട്. അതിന്റെ ഉത്തരവുമുണ്ട്. അപ്പോൾ ഈ പാൽവില വർദ്ധിപ്പിക്കുന്നത് പെരുമാറ്റച്ചട്ടത്തിന്റെ ഉള്ളിൽ വരും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഡയറക്ടർ ബോർഡ് യോഗത്തിൽ പാൽവില കൂട്ടാൻ തീരുമാനമായിട്ടുണ്ട്. അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം കഴിഞ്ഞിട്ട് കൂട്ടിയാൽ മതി എന്നുള്ള നിലപാടിലാണോ ബോർഡുള്ളത്? പാൽവില വർദ്ധിപ്പിക്കുന്നതിന് ബോർഡ് തീരുമാനിച്ചിട്ടുണ്ട്. തീരുമാനം നടപ്പാക്കുന്നത് വൈകി പോവുകയാണ്. നമ്മുടെ അവകാശം എന്ന് പറയുന്നത് നമുക്ക് ഇന്ന് കിട്ടേണ്ട അവകാശം ഇന്ന് കിട്ടണ്ടേ? ഇനി മാറ്റി വയ്ക്കുന്നത് കൊണ്ട് പ്രയോജനമുണ്ടോ? അപ്പൊ ഇത് 2025 ഡിസംബറിൽ തീരുമാനിച്ച കാര്യം ഇതുവരെയും നടപ്പാക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ഞങ്ങൾ ഇറങ്ങിപ്പോകുന്നത്. പാൽവില വർദ്ധിപ്പിക്കുന്നത് ബോർഡ് തീരുമാനിച്ചിട്ടുണ്ട്. തീരുമാനം നടപ്പാക്കുന്നതിൽ വൈകുന്ന ഇതിൽ പ്രതിഷേധിച്ചാണ് ഞങ്ങൾ ഇറങ്ങി വന്നിട്ടുള്ളത്. ഞങ്ങൾക്കതിൽ രാഷ്ട്രീയമായ ഉദ്ദേശമുണ്ടോ എന്ന് സംശയം ഇപ്പോൾ ഞങ്ങൾക്ക് ജനിച്ചിട്ടുണ്ട്. കാരണം ഇത് 2025 മുതൽ ഇങ്ങനെ ഓരോ പ്രാവശ്യം മാറ്റിവെക്കുന്നത്, ഈ സർക്കാർ മാറി പുതിയൊരു സർക്കാർ വരികയാണെങ്കിൽ ആ സർക്കാർ തീരുമാനം എടുത്തോട്ടെ എന്നുള്ള രീതിയിൽ മാറ്റിവെക്കുന്നതായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ഇപ്പോഴും ഈ സ്വാഭാവികമായിട്ടും UDF സർക്കാരാണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ ഇപ്പോൾ സർക്കാർ വില കൂട്ടാനുള്ള അനുമതി നൽകിയിട്ടുണ്ട്. പുതിയ സർക്കാർ വന്നാൽ അനുമതി നൽകാതിരിക്കില്ലേ? ഒരുപക്ഷെ തുടക്കത്തിൽ ആളുകൾക്കൊരു അതിപ്പോ സർക്കാരിന്റെ കാര്യം തീരുമാനിക്കാനുള്ള അധികാരം അവകാശം നമുക്കില്ലല്ലോ. സ്വാഭാവികമായിട്ടും നിങ്ങൾ കോൺഗ്രസ് അനുകൂല ഭരണസമിതിയാണ്. ഈ ഗവൺമെന്റിന്റെ കാലത്ത് തന്നെ പാൽവില കൂടുകയാണെങ്കിൽ അടുത്ത UDF ഗവൺമെന്റ് വരികയാണെങ്കിൽ ആ ഗവൺമെന്റ് കൂട്ടി എന്ന പഴി കേൾക്കാതിരിക്കാനുള്ള ഒരു കാരണം സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം എന്ന് പറയുന്നത് അത് ഉള്ളതാണ്. അല്ലെ, ഈ പെരുമാറ്റച്ചട്ടം തെരഞ്ഞെടുപ്പ് 9-ാം തീയതി കഴിഞ്ഞതിന് ശേഷം അതിന് ഇളവുകൾ നൽകിയിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇത്തരം തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ഒരു തടസ്സം, അല്ലെങ്കിൽ ഞങ്ങൾ MD-യോടും ചെയർമാനോടും ചോദിച്ചു, ഇത്തരം തീരുമാനങ്ങൾ എടുക്കുന്നതിൽ എന്തെങ്കിലും തടസ്സമുണ്ടോ എന്ന് ചോദിച്ചതിൽ വ്യക്തമായ ഒരു മറുപടി പറയാനായിട്ട് അവർക്ക് ബോർഡിൽ സാധിച്ചിട്ടില്ല.